എടാ, ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ടോ മൊബൈൽ മേടിച്ചിട്ട് പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ വെച്ചിട്ട് ആ ചെറുക്കൻ പ്രിൻസിപ്പളിനെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കണ്ടാന്നു. എന്ത് തോന്നി? എന്ത് തോന്നിയെന്ന് പറഞ്ഞാല് ഇപ്പൊ പണ്ടാണെങ്കിൽ എനിക്ക് ഇതുപോലല്ല ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നുവെച്ചാല് ഞങ്ങൾ ക്ലാസ്സിൽ ഒരു വണ്ണമുള്ള ഒരുത്തനുണ്ട്. അവന് ഞങ്ങള് കെട്ടിപ്പിടിക്കൊക്കെ ചെയ്യും. ഞങ്ങളെല്ലാരും വണ്ണമുള്ളതുണ്ടായി. അപ്പം അവൻ പറഞ്ഞു അവനെ ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അവനാണെങ്കിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയെ. ഇവനാണ് എഴുതാനൊന്നും അറിയത്ത്. എന്നുവെച്ചാൽ ഇപ്പൊ അറിയാം. അതെന്ന് വെച്ചാൽ നിങ്ങൾ 8-ലല്ലേ പഠിക്കുന്നത്? 8 പഠിക്കുന്ന പിള്ളേർക്ക് എഴുതാൻ അറിയത്തില്ലേ? എന്ന് വെച്ചാൽ മലയാളം, അവൻ ഇംഗ്ലീഷ് അല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ പറ. അവന് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ല. CBSE-ലല്ലേ പഠിക്കുന്നത്? ആര്? ഞങ്ങളൊക്കെ അവിടെ. അവനും ഞങ്ങളെല്ലാരും. അപ്പൊ നിനക്കറിയാവുന്ന എഴുതാൻ? മലയാളം എഴുതാൻ അറിയായിരുന്നു, ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ല. അപ്പൊ അവന് എന്തോ രണ്ടും എഴുതാൻ അറിയത്തില്ലേ? അല്ല, എനിക്ക് മലയാളം ഇംഗ്ലീഷ് എഴുതാൻ അറിയാം. 6ാം ക്ലാസ് വരെ എനിക്ക് മലയാളം എഴുതാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ പഠിപ്പിച്ചു തന്നു, അപ്പച്ചി പഠിപ്പിച്ചു തന്നു. പിന്നെ അതുവരെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിലെ സംഭവം. അപ്പൊ ആണെങ്കിൽ ഇവനാണെങ്കിൽ അവന് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ടീച്ചറിനോട് പറഞ്ഞേ. ഈ ടീച്ചറാണെങ്കിൽ ഒരു ഇത്രയും വലിയൊരു പേജിനകത്ത് കംപ്ലൈന്റ് ഈ ടീച്ചർ അങ്ങ് എഴുതി. അവനാണ് എല്ലാ അക്ഷരത്തെറ്റില്ലാതെ എഴുതി വന്നപ്പോ മനസ്സിലായി അവനല്ലേ എഴുതി. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് കൊണ്ടുപോയി, പ്രിൻസിപ്പളിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴേ ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഞങ്ങൾ അവനെ പീഡിപ്പിക്കുവാ. ഞങ്ങൾ പീഡിപ്പിക്കാന്ന് പറഞ്ഞ അങ്ങനെ എന്റെ അമ്മയും വിളിപ്പിച്ചു. അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ റൂമില്. ഓരോരുത്തരെ അങ്ങനെ വിളിപ്പിച്ചു ഓരോ ദിവസമായിട്ടൊക്കെ. അപ്പൊ എന്റെ അമ്മ ഒന്ന് പറഞ്ഞു അവനെ കയറി പിടിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു അത് പിള്ളേരല്ലേ. അല്ല, അപ്പൊ ഇവര് പറഞ്ഞു അല്ല അവൻ ഗേയാണ്. അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ. അപ്പൊ അമ്മ പറഞ്ഞു അവന് വണ്ണം ഉള്ളതുകൊണ്ട് ഇവര് കയറി കെട്ടിപ്പിടിക്കാൻ മണ്ടേ കയറി കെട്ടിപ്പിടിക്കാൻ അവന് മണ്ടേ കയറിയിരിക്കുക, വയറ്റത്ത് ഞെക്കുകയൊക്കെ ചെയ്യേ. അപ്പൊ അന്ന് ഞാൻ അമ്മയോട് അത് പറഞ്ഞു. അപ്പൊ അമ്മ ടീച്ചറിനോട് പറഞ്ഞു, പ്രിൻസിപ്പളിനോട് പറഞ്ഞു അത് അവൻ അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ, അതുകൊണ്ട് പിള്ളേർ ചുമ്മാ ചെയ്യുന്നതല്ലേ. അപ്പൊ പറഞ്ഞു അല്ല, അവനെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ല, ഇവൻ അങ്ങനെ ഉള്ളവനാണ്. 8 പഠിക്കുമ്പോഴേ. പക്ഷെ ഞാൻ കാര്യമായിട്ട് എടുത്തില്ല, ഞാൻ മറന്നുപോയി. പിന്നെ അങ്ങനെ എനിക്കൊരു അനുഭവമുണ്ട്. പിന്നെ ആണെങ്കിൽ ഇത് ചെയ്ത് ശരിയാന്ന് വെച്ചാൽ പ്രിൻസിപ്പളിന്റെ റൂമിൽ വന്ന് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഫുള്ള് കണ്ടില്ല. എന്നാലും വീഡിയോ എടുത്തിട്ടതെന്ന് വെച്ചാൽ പ്രചരിപ്പിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അവര് പറയുന്നത് ടീച്ചർ അല്ല എടുത്തത്, ടീച്ചർ എടുത്ത് പേരൻസിനെ അയച്ചു കൊടുത്ത പേരൻസാ പ്രചരിപ്പിച്ചതെന്നൊക്കെ. സ്വന്തം മോന്റെ അത് ഞാൻ ചുമ്മാ പറയുന്നതായിരിക്കും. അവർക്ക് ആഗ്രഹമുണ്ടോ ഇവനെ നശിപ്പിക്കാൻ? അതും ശരിയാ. പക്ഷെ എങ്ങനെയോ വീഡിയോ ലീക്ക് ആയിട്ടുണ്ട്, അത് വാർത്തകളിലൊക്കെ വന്നു. ആ ചെറുക്കൻ ശരിക്കും ഭയങ്കര മോശമായി പോയി. എന്താ വെച്ചാൽ അവൻ ഇനി ഭയങ്കര വില്ലനെ പോലെ എല്ലായിടത്തും അറിയപ്പെടും. അവൻ ഇനി ഒറ്റപ്പെട്ടു പോവായിരിക്കും. എല്ലാരും അങ്ങനെ മേടിക്കുന്നതല്ല. എല്ലാം പറ്റിയൊക്കെ ഇങ്ങനത്തെ കംപ്ലൈന്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് പണ്ട് പ്രിൻസിപ്പളൊക്കെ കൊണ്ടുപോയി എന്നെ അടിക്കുകയും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വരേണ്ട സാധനമൊക്കെ അവരെ സാറുമാരത്തല്ലാതെ ഞാൻ പോയിട്ടില്ല. ഇങ്ങനത്തെ ഡയലോഗ് ഒന്നും അല്ലല്ലോ, അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. ചില പിള്ളേർ അങ്ങനല്ല, ചിലർ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവർ എന്ത് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? എതിർത്ത് പറയുന്നവര് ഇപ്പൊ അത് പ്രായത്തിന്റെ അങ്ങനെ എതിർത്ത് പറയത്തില്ലേ, ഓരോ പ്രായത്തിൽ എതിർത്ത് പറയും. പിന്നെ ഓരോരോ മെച്ചുവറായി കഴിയുമ്പോൾ ഭൂരിഭാഗം ഉള്ളവർ ഒതുങ്ങും. പിന്നെ ചിലര് 100% എല്ലാവരും ഒതുങ്ങത്തില്ല, ചിലരൊക്കെ ബോധമില്ലാതൊക്കെ പെരുമാറും. അതിന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നിയമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സ്വയം വിചാരിക്കണം മര്യാദ ഇല്ലാതെ പെരുമാറില്ല. അതെങ്ങനെ മനസ്സിലാവുന്നത്? അതെന്താ ആ പ്രായത്തിൽ മനസ്സിലാവാതെ? ബോധമില്ല എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ അറിയില്ല. സ്കൂളിൽ പഠിപ്പിച്ചാൽ ശരിയാവും തോന്നുന്നുണ്ടോ? കൊച്ചിലെ മുതലേ പഠിപ്പിക്കാം ശരി ഇതാണ്, അത് മര്യാദയല്ല, ഒരാളോട് ചോദിക്കുന്നത് എങ്ങനെ, അതൊക്കെ പഠിപ്പിക്കണതാണ്. അതൊന്നും പഠിപ്പിച്ചിട്ടില്ല അല്ലേ? അതൊന്നും സ്കൂളിൽ പഠിപ്പിക്കത്തില്ലല്ലോ. സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്തോ ഈ സ്കൂളിലാണെങ്കിൽ LKG UKG ഒന്നിച്ചിരുത്തുമായിരുന്നേ, ആണും പെണ്ണും കൂടെ. 4-ലെങ്ങാണ്ട് 5-ലെങ്ങാണ്ടായപ്പോ 2 ഇതാക്കി. അപ്പൊ പെൺപിള്ളേരുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തുവോ? എന്തിനാ? നമ്മളെ നാണം കെടുത്ത. എന്നിട്ട് 28 വയസ്സാകുമ്പോ കല്യാണം കഴിച്ചിട്ട് പറയും അവളോട് താമസിച്ചോളൂ. നമുക്കൊരു പെണ്ണിനെ അറിയത്തില്ല, ഇവളെങ്ങനെ പെൺപിള്ളേരെ നമുക്ക് അറിയത്തില്ല. നോക്കുമ്പോ അവരപ്പുറത്താ, അവരുടെ അടുത്ത് പോകുന്ന ഇവർക്ക് ഇഷ്ടമല്ല. നിനക്ക് എനിക്ക് 23. പെൺപിള്ളേരെ മനസ്സിലായോ? ഇല്ല, എനിക്കറിയത്തില്ല. അതല്ലേ പെൺപിള്ളേരെ കൂട്ടില്ലല്ലേ? കൂട്ടില്ല, ചുമ്മാ കൂട്ടുകൂടാൻ മേലെ. നിനക്കൊരിത് അവർക്ക് ഇനിയൊന്നും അറിയത്തില്ല, നമുക്കറിയത്തില്ല അവരെങ്ങനാ. നമ്മൾ അറിയാവുന്ന കൂട്ടുകൂടാൻ ഏതെങ്കിലും പെൺപിള്ളേർ വന്നത് ദത്തിന് ഇഷ്ടമാണോ? എനിക്ക് ആദ്യമൊക്കെ പേടി, അങ്ങനൊന്നും ഇഷ്ടം. പേടിയുണ്ടോ? കൂളിംഗ് ഗ്ലാസ് നോക്കിട്ട് അടിപൊളി ഗ്ലാസ് ആണ്, സെറ്റപ്പ്.
അല്ല ഇത് നമ്മുടെ അടുത്ത് ഫോട്ടോ ഒക്കെ ഇത് കൊള്ളാം കേട്ടോ. ഇനി കുറച്ചേരം ഇത് വെച്ച് ചോദിക്കാം. അതെ, അപ്പൊ അങ്ങനെ കൂട്ടൊക്കെ കൂടാനായിട്ട് ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? എങ്ങനെ കൂട്ടുകൂടും? കൂട്ടുകൂടെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അങ്ങനെ കൂട്ടുകൂടാൻ ഇഷ്ടമാണ്. പെൺപിള്ളേരോടോ ആൺപിള്ളേരോടോ അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ചെറിയൊരു പേടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇതുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ അധികം എന്നുവെച്ചാൽ അങ്ങ് ഭയങ്കര എന്നുവെച്ചാൽ വിധേയപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ പറ്റുമോ? എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ അങ്ങനെ നമുക്ക് അറിയത്തില്ലല്ലോ. ഇഷ്ടപ്പെട്ടു പോയി അവർ പറയുന്ന എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ അവനെ അഡ്വാൻറ്റേജ് എടുക്കുമെന്നൊരു പേടിയാണ്. അഡ്വാൻറ്റേജ് എടുക്കുമെന്നോ? അങ്ങനെ പേടിക്കുന്നത് എല്ലാരും അഡ്വാൻറ്റേജ് എടുക്കത്തില്ലേ? എന്തോ ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇപ്പൊ ഒരു പെണ്ണ് അഡ്വാൻറ്റേജ് എടുക്കുന്ന ഏത് തരത്തിലായിരിക്കും? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ ഒരു കാര്യം നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? പൈസ മേടിക്കുവോ? പൈസയൊക്കെ ആൾക്കാർ മേടിച്ചിട്ടുണ്ടോ? പെൺപിള്ളേരോ? പെൺപിള്ളേരെ എനിക്കറിയാം മേടിച്ചിട്ടൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ പെൺപിള്ളേർ നിനക്ക് ഇപ്പൊ ഒരു പെങ്കൊച്ച് ഫ്രണ്ടായി, അപ്പൊ അവൾ എന്തോ കുറെ പൈസ മേടിച്ച് പറ്റിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? അല്ലാതെ പിന്നെ എന്തൊക്കെയാ പറ്റിക്കലുള്ളത്? എന്ന് വെച്ചാൽ പൈസ മേടിച്ച് പറ്റിക്കുന്നല്ല, അങ്ങനെ അത് ഒരെണ്ണമല്ല. പിന്നെ എന്തോ? എനിക്ക് അതിനൊക്കെ കൂടുതലെന്ന് പറഞ്ഞാല് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുമോ? എങ്ങനെ ബുദ്ധിമുട്ടിക്കും എന്നുവെച്ചാൽ ഇപ്പൊ നമ്മളൊരാളോട് ഇഷ്ടം ഇപ്പൊ എനിക്ക് അതിന് കൂടുതൽ അറിയത്തില്ല. എന്നാലും ഞാൻ പറയാം, ഇപ്പൊ അങ്ങനെ അവനോട് മിണ്ടല്ലേ, ഇവനോട് മിണ്ടല്ലേ, അങ്ങോട്ട് പോയില്ലേ, ഇങ്ങോട്ട് പോയില്ലേ, അങ്ങനെ. പിന്നെ ഞാൻ പണ്ട് ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഒരു പെണ്ണിനെ ഒരു ചെറുക്കന് ഇഷ്ടം, രണ്ടും ഇഷ്ടത്തില്ല. അപ്പൊ അവര് പറയും, ഇല്ല, അയ്യോ അവള് എപ്പോഴും ആളെ വിളിച്ചോണ്ടിരിക്കണം, അവക്കെങ്ങും സംശയം, അങ്ങനൊക്കെ പറഞ്ഞു. ഇല്ലാത്ത പെങ്കൊച്ചാണേലും നോക്കിയാ പോരെ, അല്ലേ ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആക്കാലോ. ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആകാൻ ഒരു പ്രശ്നം അത് പറ്റും, വേണ്ടാന്ന് വെക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയാൽ മറക്കാൻ വലിയ പാടാണ്. എന്നുവെച്ചാ എനിക്കത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് മനസ്സിലായി. അത് മറന്നേക്കണം, കുറച്ചൊക്കെ മറക്കാനൊക്കെ പറ്റുമോ നോക്കണം. എനിക്ക് ഇഷ്ടമുള്ളവരെ മറക്കാൻ ഭയങ്കര പാടാണ്. എന്നുവെച്ചാൽ ഇഷ്ടമുള്ളവര് അങ്ങനെ മറക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പെങ്കൊച്ചാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ പ്രേമിച്ച് മറക്കാൻ പറ്റാതെ രണ്ടുപേരുടെ ഒന്നിച്ച് അങ്ങനെ നടന്നാൽ നല്ലതായിരിക്കും അല്ലേ? അങ്ങനെ നടന്നത് നല്ലതാന്ന് വെച്ചാൽ നല്ല. പക്ഷെങ്കിൽ അങ്ങനെ ഒരു പെണ്ണില്ലെന്നാണോ പറയുന്നത്? ഒരുപാട് പേരുണ്ട്, എനിക്കറിയില്ലല്ലോ, എന്നെ അവർക്കറിയില്ലല്ലോ. നമുക്ക് അറിയണം, നമ്മൾ പറയണം, ഇങ്ങനെയൊക്കെ അറിയുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ട് മെസ്സേജ് അയക്കണം. ചെകുത്താന്റെ പേജ് ചെകുത്താൻ 2024 ഇവിടെ ഒരാളുണ്ട്, ആൾക്ക് എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കാനൊക്കെ പറ്റും, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വഞ്ചിക്കുമോ എന്നൊക്കെ ഉള്ള പേടി. അഥവാ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ കിട്ടിയാൽ എന്നോട് പറയണം. എല്ലാം പറയാറില്ലേ? അപ്പൊ നമുക്ക് അവർ പറ്റിക്കുവാണോ, എന്ത് ചെയ്തപ്പോ എന്തൊക്കെയാ കാണിക്കുന്നതൊക്കെ എന്നോട് പറഞ്ഞാൽ അപ്പൊ എനിക്ക് മനസ്സിലാവുമല്ലോ. പറ്റിക്കുവാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിന്നെ പീഡിപ്പിക്കുന്നുണ്ടോ? അങ്ങനല്ല, മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പൊ നീ എന്നോട് പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കണം. ഞാൻ പറയാറില്ലല്ലേ? അത് മതി. അങ്ങനെയൊക്കെ നോക്ക്, വല്ലൊരു കണക്ഷൻ ആയ പറഞ്ഞാൽ മതി. അപ്പൊ വല്ല കുഴപ്പമുണ്ടെങ്കിലേ നമുക്ക് നിർത്താലോ. വേണ്ടെന്ന് വെക്കാൻ എളുപ്പമല്ലേ? മറക്കാൻ പാടല്ലേ? മറക്കുന്ന പിന്നല്ലേ? വേണ്ടെന്ന് വെക്കുക, പിന്നെ മറക്കുക കുറെ കഴിഞ്ഞിട്ട്. വിഷമിക്കത്തില്ല എത്ര നാൾ? അത് കുഴപ്പമില്ല, ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും. ആർക്കാ വിഷമം ഇല്ലാത്ത? എല്ലാവർക്കും വിഷമം ഉണ്ടാവും. നിനക്ക് മാത്രമായിട്ടൊരു വിഷമമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയ ഭയങ്കര സന്തോഷമാണോ? അതിന് പെണ്ണുങ്ങൾ അങ്ങനെ ആൺ സുഹൃത്തുക്കളെ കിട്ടുന്നില്ലേ? ഫ്രണ്ട്സ് ഒന്നും കുറവാ? അവരെല്ലാം പറ്റിക്കുവാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നല്ലവരുണ്ട്. രണ്ടുപേരൊക്കെ ഉള്ളല്ലേ? ആണോ? അപ്പൊ ഒരു ഗേൾഫ്രണ്ട്? കൂട്ടുകാരി മതി. ആണോ? കൂട്ടുകാരി മതി. കൂട്ടുകാരിയായിട്ടില്ലേ പിന്നല്ലേ? ഓ, അങ്ങനെ അങ്ങനൊന്നും ഗേൾഫ്രണ്ടൊന്നും അങ്ങനൊന്നും വേണ്ട. കൂട്ടുകാരിയെ കിട്ടിയാ മതി അല്ലേ? ആരെങ്കിലും കൂട്ടുകാരികൾ ഉണ്ടോ ഇവിടെ? ഒരാൾക്ക് ഫ്രണ്ടായിട്ട് മതി. പിന്നെ അഥവാ പിന്നെ വല്ല റിലേഷൻഷിപ്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. അതിനിപ്പോ പ്രായപരിധി ഒന്നും വേണ്ടല്ലോ. നിനക്ക് ഏത് ഫ്രണ്ടിനെ വേണ്ടല്ലോ? ഒരു ഫീമെയിൽ ഫ്രണ്ട് അത്രയല്ലേ ഉള്ളൂ? ഫീമെയിൽ ഫ്രണ്ട് അങ്ങനെ ആൺ ഫ്രണ്ട് ആയാലും മതി. അതല്ലടാ, ഫീമെയിൽ ആയിക്കോട്ടെ. ഫീമെയിൽ ഒരു ഫ്രണ്ടിനെ വേണം. അത് ഏത് പ്രായത്തിൽപ്പെട്ട ഒരാളോട് വേണേലും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാം. ഇയാളെ പറ്റിക്കാൻ പാടില്ല. ഇനി അഥവാ പറ്റിക്കാൻ ശ്രമം നടത്തുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എന്നോട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. നിനക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ ഒക്കെ ചെയ്ത് എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറയാമല്ലോ അത് കറക്റ്റ് ആണോ, കുഴപ്പമുണ്ടോ എന്നൊക്കെ. പിന്നെ അങ്ങനെ വല്ല ലൈൻ അടിക്കുവോ അങ്ങനെ വല്ല ആയാലും നല്ലതാ. ഓ, അത് കൊള്ളാം, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പറ്റിക്കത്തൊന്നുമില്ല. അതെനിക്കറിയാം. ഇവൻ ആരെയും പറ്റിക്കത്തില്ല. കാര്യമായിട്ട് പറഞ്ഞു. നീ എന്തിനാ നിന്നെ ആരെയും പറ്റിക്കുമല്ല, നിനക്ക് ആരെയും പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അമ്മയോട് മാത്രമേ കള്ളം പറയാന്ന് അമ്മയെ പറ്റിക്കുക. അമ്മ പെണ്ണുങ്ങളല്ലേ, പാവല്ലേ? ഓ, അപ്പൊ നീ പെണ്ണുങ്ങളെ പറ്റിക്കും? അല്ല, അമ്മമാരെ. എന്റെ അമ്മമാർ മക്കള് പറയുന്ന പാവല്ലേ അമ്മമാര്. മക്കളെന്താ പറയാ, അവരെ കേൾക്കത്തില്ല. പെട്രോൾ അടിക്കൊക്കെ പൈസ ഒക്കെ ചോദിക്കുവോ? അതൊക്കെ ഒരു പറ്റിക്കലാണോ?
ചെറിയ എന്ന് വെച്ചാൽ അമ്മയോട് പറയാം, അമ്മ ചോദിച്ചാൽ നേരിട്ട് ചോദിച്ചാലും തരും. പക്ഷെ ഞാൻ 100 രൂപയ്ക്ക് ഞാൻ 200 ചെയ്യും. അമ്മ അതിന് ഇങ്ങനെ ആശയുണ്ട്, 200 വേണം, 100 രൂപ മതിയാക്കി 200 രൂപയ്ക്ക് ഇങ്ങനെ അടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ആണോ? 200 രൂപ മേടിച്ച് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കും? ചതിയാടാ, വഞ്ചകാടാ, നീ ദ്രോഹി, കാമദ്രോഹി അല്ല സാമദ്രോഹി. 100 രൂപയ്ക്ക് ഒരു സാധനം മേടിക്കാൻ കുടുംബം മുടിപ്പിക്കുമല്ലോടാ. നീ ഭയങ്കര ചതിയായി പോയി ചെയ്തത്. 200 രൂപ മേടിച്ചിട്ട് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക, ബാക്കി 100 രൂപയ്ക്ക് നീ എന്ത് ചെയ്യുന്നേ? അമ്മ പറഞ്ഞ സാധനം മേടിക്കും. എന്ത് സാധനം? ഇപ്പൊ എന്തായാലും സാധനം മേടിക്കാൻ അങ്ങനെ ചെയ്യുന്നില്ലേ? അങ്ങനെ സാധനം മേടിക്കാൻ പോകുമ്പോ അതെങ്ങനെയാണ് പറ്റിക്കാൻ വരുന്നത്? അമ്മയ്ക്ക് വില അറിയത്തില്ലേ അടുത്ത കുടുംബമൊക്കെ? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പറയാം അമ്മമാര് പാവല്ലേ. എടാ ഞാൻ ചോദിക്കുന്നതിൽ അപ്പോഴെങ്ങനെ പറ്റിക്കുന്നത്? നിന്റെ അമ്മ ഒരു സാധനം മേടിക്കാൻ വിട്ടു, ആര് മേടിക്കാൻ വിട്ടു? ആര് മേടിക്കാൻ വിട്ടു? ഉദാഹരണം ഇങ്ങനെ ഞാൻ സ്ഥലത്തേക്കോ അമ്മ ഒരു 100 രൂപ 150 രൂപ തരാമെന്ന് പറയുമ്പോ ഇനി ആവശ്യമുണ്ടെന്ന് പറയുമ്പോ 80 രൂപയുടെ ഒരു 50 രൂപയുടെ ആവശ്യമുള്ളായിരിക്കും. 100 രൂപ മേടിച്ചിട്ട് പെട്രോൾ അടിക്കും. പക്ഷെ അമ്മ പാവാണ്ട് എത്ര രൂപ എന്ന് വെച്ചാൽ അങ്ങനെ തരത്തില്ല, ആവശ്യത്തിനൊക്കെ തരും, അത് മതി. ആവശ്യം പറഞ്ഞാൽ അമ്മ പൈസ തരും. പിന്നെ ഞാൻ വിചാരിക്കും എപ്പോഴും ചോദിക്കും, അങ്ങനെ എന്റെ അമ്മ പാവം, എല്ലാവരുടെ അമ്മ പാവല്ലേ, എന്റെ അമ്മ ഇച്ചും കൂടെ പാവം തോന്നും. എല്ലാരും എന്റെ കൂട്ടുകാരെ 2 പേര് ഒരാൾ പറഞ്ഞു നിന്റെ അമ്മയെ പോലെ നീയും പാവോ അമ്മയും പാവോ എന്ന് വെച്ചാൽ പാവം വെച്ചാൽ അങ്ങനെ അമ്മ പാവം, അവര് പെണ്ണല്ലേ. പെണ്ണുങ്ങളല്ല പാവങ്ങളൊന്നുമല്ല. ഇപ്പൊ ജോളിയും ഗ്രീഷ്മയൊക്കെ പാവമാണ്. ഭൂരിഭാഗമായി പറയുന്നത്. ഭൂരിഭാഗം അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. എല്ലായിടത്തും എല്ലാം ഒരുപോലൊക്കെ കാണത്തുള്ളൂ. വില്ലന്മാരൊക്കെ വില്ലന്മാര്, മനസ്സിലായോ? കള്ളന്മാർ കള്ളന്മാർ. എന്നാലും ഇപ്പൊ ഒരു പ്രായത്തിൽ കഴിയുമ്പോ പെൺപിള്ളേർ കുറെ. പോലീസുകാരെന്ന് പറയുമ്പോ 2 തരമുണ്ട്. അതെനിക്കറിയാം. ശരിക്കും നല്ല പോലീസും ഉണ്ട്, ചീത്ത പോലീസും ഉണ്ട്. ഭൂരിഭാഗം വഴക്കുണ്ടാക്കുന്നവരും തെറി വിളിക്കുന്നവര് അടിക്കാൻ വരുന്നവര് അങ്ങനെയൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ജംഗ്ഷനാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു അവിടെ ഫാർമസി പോവാ, ഇവിടെ വണ്ടി ഇവിടോട്ട് ഒതുക്കി, ഇവിടെ ആ പോസ്റ്റിന്റെ അവിടെ ജംഗ്ഷനാണ്, ഇവിടെ ഒതുക്കിയിട്ട് ഇവിടെ കടയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പോലീസുകാരും ഒരു SI-യും GP വരുമായിരുന്നു. പെട്രോൾ എവിടെയെങ്കിലും പോകുക എന്തോലും ആയിരിക്കും. അവർ വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക പാസഞ്ചർ സീറ്റിൽ, ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ല. അച്ഛൻ പോയി പറഞ്ഞു, ഞാൻ നോക്കി അവർ വന്നു, എന്തുവാണ് വണ്ടി വിട്ടേക്കുന്നത്? ഞാൻ കുഞ്ഞായിരുന്നു, കുഞ്ഞാറ് ഒരു 8-ലൊക്കെ 8 ചോദിക്കുവാണ് എന്തോടെ വിട്ടേക്കുന്നത്? 8-9 അങ്ങനെ 10-ന് മേലോട്ട് പോയിട്ടില്ല. കൊള്ളാം, പറ. അപ്പൊ അവരായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് എന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എനിക്ക് അറിയാം എന്തോ പറയാൻ പറ്റിയില്ല. അപ്പൊ SI ഞാൻ പതർന്ന് കണ്ട അയാൾക്ക് കൊച്ചാന്ന് വിചാരിച്ചായിരിക്കും. അയാൾ പിന്നെ അങ്ങ് പോയിട്ട് നമ്പർ നോക്കി ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് അയാളങ്ങ് പോയി. അത്ര ചെയ്തോളൂ. അപ്പൊ കുഴപ്പമില്ല, നല്ല പോലീസ് തന്നെ. വണ്ടി ഇട്ടേക്കുന്നത് അതും പ്രശ്നമാ. പിള്ളേരെയൊക്കെ നോക്കിട്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല. അയാൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. മീശയൊക്കെ ഉണ്ട് പണ്ട് മുതലേ. നിനക്ക് മീശയുണ്ട് പണ്ട് അല്ലേ? 10-ലൊക്കെ മീശയും താടിയൊക്കെ. താടിയില്ല, ഇല്ല, മീശയുണ്ട്. എന്നാ ആൾക്കാരൊക്കെ ചോദിക്കും, എന്നുവെച്ചാൽ അറിയാവുന്ന ചേട്ടന്മാരൊക്കെ ഒന്ന് ചോദിക്കും എന്തോ ഇങ്ങനെ വളർത്തുന്നേ, എന്തെങ്കിലും തേക്കുന്നുണ്ടോ? അവര് പണ്ടൊക്കെ ആൾക്കാർ പറയത്തില്ലേ കരടി നെയ് തേച്ചാ വളർത്തുന്നേ. അങ്ങനെയൊക്കെ ചോദിക്കും എന്നോട്, എന്തോ ചെയ്യുന്നേ, അങ്ങനെ വളർത്തുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ അച്ഛനും ഒക്കെ ഉണ്ട്, അതങ്ങ് വളർത്തുന്ന അങ്ങനെ ആവി പോകുന്ന ഹോർമോണിന്റെ ഇതാണ്. ഹോർമോണിന്റെ ഈ ഹോർമോൺ കൂടുതലാണ്. മീശ ഹോർമോൺ കൂടുതലാന്ന് പറഞ്ഞു. അതെന്തോ ഹോർമോണെന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ ക്ലാസ്സിൽ എനിക്കും വേറൊരുത്തനെ ഉള്ളായിരുന്നു. അവൻ പിന്നെ വളർത്തത്തില്ല, വെട്ടിയെന്ന്. അപ്പൊ അങ്ങനെ അതല്ല, നമ്മളെ വിഷയത്തിൽ നമ്മൾ വഴിമാറി പോയിരിക്കുന്നു, മനസ്സിലായോ? വിഷയം സ്കൂളിൽ കുട്ടികളോട് ടീച്ചർമാരുടെ ട്രീറ്റ്മെന്റ് എല്ലാം നല്ലതാണോ? അല്ല, ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ചില ടീച്ചർമാർ ഭൂരിഭാഗം ടീച്ചർമാർ മുരടിച്ചവരാന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കൂടുതലും ഞാൻ അസംബ്ലി നടക്കുക. ഞാനിങ്ങനെ നടന്നു വരുമ്പോ ഞാൻ ഒരു ടീച്ചറിനെ കണ്ട് പുഞ്ചിരിച്ചു. എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കല്ലോ, ചിരിച്ചു. ഇവരിങ്ങനെ ഒരു ചിരിച്ചില്ല. എനിക്ക് ചെറിയ പ്രശ്നം പോലെ കാണുന്ന ടീച്ചർമാര് അല്ലേ. പിന്നാണെങ്കിൽ ആണും പെണ്ണും കൂടെ നിൽക്കും. ഞാൻ ഒരു ചേച്ചി കൂടെ നിൽക്കുക. ഇവരൊന്ന് വലിപ്പിക്കുന്നുണ്ട്. അറിയില്ല ഇനി അവരെന്തായാലും ചെയ്യുമോ അങ്ങനെ. സ്കൂളിൽ ചിലപ്പോ ഇന്റർ കോഴ്സിൽ ഏർപ്പെടുകയൊന്നുമില്ല, ആയിരിക്കും, അറിയത്തില്ല. സ്കൂളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 10 പഠിക്കുമ്പോൾ സാറ് പറയും മിണ്ടായിരുന്നോണോ അല്ലാണോ എന്നൊക്കെ വന്ന് പറയല്ലേ, സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്നൊക്കെ പറയാം. ഞാൻ വിചാരിച്ചു ഇയാള് ഉള്ളതാന്ന് പറയുന്നതെന്നൊക്കെ.
ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയും. പിന്നെ ഇത് തന്നെ പെൺപിള്ളേരുടെ ഇടയിൽ കൊണ്ടിരുത്തുക നാണക്കേടാക്കാൻ വേണ്ടി. ഞാൻ നോക്കി എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ പോയിട്ട് ഇവന് അവിടെ കൊണ്ടുവരുത്തി, ഇവൻ അവിടെ നിന്ന് കരയുക. ഇപ്പൊ മറന്നു വേണം തന്നെ ഞാൻ പറഞ്ഞേ. ഞാൻ നോക്കി ഇവൻ അവിടെ നിന്ന് കരയുക. അപ്പൊ ഞാൻ ഇപ്പൊ പെൺപിള്ളേരെ നടക്കൊണ്ടിരുത്തി ഇഷ്ടപ്പെടുവോ? അറിയാവുന്നവരുടെ അടുത്ത്, അറിയാത്തവരടുത്ത് പേടിയാ. അതെന്താ പേടിക്കുന്നത്? പെൺപിള്ളേരെ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് എല്ലാരെയും പേടിയാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതേ മനുഷ്യര് അങ്ങനൊന്നും എന്നുവെച്ചാൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറയാൻ പറ്റും. ചിലപ്പോ വോട്ടന്മാര് ഭ്രാന്തന്മാർ ബോധമില്ലാതെ പെരുമാറുന്നവരില്ലേ. എല്ലാരും എത്ര പേരാ ബോധമില്ലാതെ പെരുമാറി നീ കണ്ടേക്കുന്നത്? വളരെ കുറച്ച് ന്യൂസിലൊക്കെ പിന്നെ എന്തോ കാണുന്നേ, അത് ന്യൂസ്. വണ്ടി ഇടിച്ചവനെ വെട്ടി കൊന്നു, വീട്ടിൽ കയറി തല്ലി കൊന്നു. പിന്നെ അപ്പൊ പിന്നെ ഇതെന്ത്? അവനെന്ത്? അവനാണ് ജോലിയും വിദ്യാഭ്യാസം ഉള്ളവൻ തന്നെ. എടാ എല്ലാരും അങ്ങനെ പേടിച്ചാണോ ഇവിടെ ജീവിക്കുന്നത്? നീ എന്തിനാ ആവശ്യമില്ല പേടിക്കുന്നത്? എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും തോന്നാറില്ല. നിനക്ക് കാണുന്ന ഇത്രയും പേരെയൊക്കെ പരിചയപ്പെട്ടിട്ട് ഇത്രയും പേർക്ക് പേടിയുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ? ഇല്ല, അതെനിക്ക് മാത്രമേ അല്ല, ചിലപ്പോ അവര് പറയാത്തയാണെന്നൊന്നും അറിയത്തില്ല. എടാ ആർക്കും പേടിയൊന്നും ഇല്ലേ പറയുന്ന പോലെ? നീയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ പേടിക്കുന്ന ഒരു യൂസ്ലെസ് പരിപാടിയാ. പിന്നെ എങ്ങനെ മാറും? അത് ആൾക്കാരോട് മിണ്ടും. ആരോട് മിണ്ടും? നീ ഡെയിലി പുറത്തു പോകാറുണ്ടോ? പുറത്തു പോകാറുണ്ട്. എവിടെയൊക്കെ പോവും? അത് എന്റെ ഒരു കൂട്ടുകാരൻ്റെ. അങ്ങനെ പോയാൽ പോരാ, കടയിൽ സാധനം മേടിക്കാൻ പോകാറുണ്ട്. പോകാറുണ്ട്. വീട്ടിലെ സാധനങ്ങളൊക്കെ നീയാണോ മേടിക്കുന്നത്? അമ്മ മേടിക്കും, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞ് നീ തന്നെ മേടിക്കണം. ഞാൻ മേടിക്കും. നേരത്തെ പോകത്തില്ലായിരുന്നു. വീടും പറമ്പും ഒക്കെ വൃത്തിയാക്കാറുണ്ടോ? മുറിയൊക്കെ എപ്പോഴും വൃത്തിയാക്കണം, അടുക്കി പെറുക്കി വെക്കണം. നിന്റെ വീടിന്റെ മുറിയുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണം. അതെപ്പോഴും വൃത്തിയായിരിക്കണം. നിനക്ക് നിന്റെ കൈ കാണിച്ച് ഇല്ല, അത് കുഴപ്പമില്ല, നീറ്റാ. അതൊക്കെ നല്ല വൃത്തിക്കാണല്ലോ വെച്ചേക്കുന്നത്. പിന്നെ മുറി എന്താ നിനക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഹൈജീനൊക്കെ പക്കയാ. പക്ഷെ നീ നിന്റെ മുറി വീടിന്റെ പരിസരം ഒക്കെ വൃത്തിയാക്കണം. രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ടത് എല്ലാം അടുക്കി പെറുക്കി വെക്കുക എന്നുള്ള. മുറിക്കകത്ത് എന്തെങ്കിലും സാധനം മാറിയിരിപ്പുണ്ടോ എല്ലാം, അതായത് വെക്കേണ്ട സ്ഥലത്തെ ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ട സ്ഥലങ്ങൾ അങ്ങനെ മാറ്റണം. പിന്നെന്താന്ന് വെച്ചാൽ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാൻ പോവാ, കറണ്ട് ചാർജ് അടയ്ക്കാൻ. അത് ഇനിയിപ്പോ എല്ലാം ഓൺലൈനായില്ല. ഓൺലൈൻ അടയ്ക്കാറുണ്ടോ? ഓ അടിപൊളി. അകർത്ത് ഇന്റർനെറ്റ് എല്ലാം തന്നെ അടച്ചോളൂ. പിന്നെ ഗ്യാസ്. പട്ടിയെ കുളിപ്പിക്കാറുണ്ടോ? ഇല്ല. അതെന്നാ? പട്ടി അമ്മ തന്നെയല്ല. ആണോ? പട്ടി പുതിയൊരു പട്ടിക്കുഞ്ഞിനെ കിട്ടിയാൽ കുളിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പട്ടിയെ കുളിപ്പിക്കും. അറിയാം. നിങ്ങളുടെ പട്ടിയെ തന്നെ കുളിപ്പിക്കാൻ പറ്റുമോ? ഒരു പ്രാവശ്യം കുളിപ്പിക്കുന്നതിന്റെ വീഡിയോ അയച്ചു തന്നു. എങ്ങനെയാണ് പട്ടിയെ കുളിപ്പിക്കുന്നത് നോക്കട്ടെ, നിനക്ക് അതൊക്കെ അറിയാവുന്നറിയാം. നീ അതിൻ്റെയൊക്കെ വീഡിയോ അയച്ചു തരണോ ഞാൻ പറയാം. ഒന്ന് പട്ടിയെ കുളിപ്പിക്കുന്നതിന്, പിന്നെ വീട് വൃത്തിയാക്കുന്നതിന്, തൂക്കണം, തുടയ്ക്കണം. മുറിയൊക്കെ തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുന്ന ആരാ? അമ്മയാണോ? അമ്മയായിരുന്നു. ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന അതപ്പം തൂക്കുന്ന കാണണം. എങ്ങനെ വാക്യൂം ക്ലീനർ ഉപയോഗിക്കാറുണ്ടോ? വാക്യൂം ക്ലീനർ ഇല്ല ഞങ്ങൾക്ക്. അത് മേടിക്കണം. പിന്നെ ചൂലും പിന്നെ ചുക്കിലിയും. മനസ്സിലായി. അപ്പോഴേ ഒരു വാക്യൂം ക്ലീനർ മേടിക്കണം. എന്നിട്ട് വാക്യൂം ക്ലീനർ വെച്ച് ആദ്യം പൊടിയെല്ലാം ഇങ്ങനെ വലിക്കണം. അവിടെ നിൽക്കാണ്ട് അത് പഠിക്കണം, അതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് തുടയ്ക്കുമ്പോൾ മോപ്പ് ഉപയോഗിച്ച് നല്ലപോലെ തുടയ്ക്കണം. പിന്നെ അടുക്കി പെറുക്കണം. തുണിയെല്ലാം ആരാ അലക്കുന്നത്? എങ്ങനെ അലക്കുന്നത്? വാഷിംഗ് മെഷീനിലാണ് അല്ലേ? അത് എല്ലാ ദിവസവും ഒരു ദിവസം ഒരു തുണി എങ്ങനെ അടിച്ചിട്ടുണ്ടാവും. നിന്റെ തുണി എന്നിട്ട് ഇടേണ്ട ഒരു ഡബ്ബ വെക്കണം. മറ്റേ ഈ തുണി ഇടുന്ന ഒരു ഇതില്ലേ, അതിനകത്തോട്ട് തുണി ഇടണം. വിയർത്ത വാടക കൊണ്ടിടരുത്. സ്റ്റാൻഡ് ഉണ്ട്, സ്റ്റാൻഡ് വിരിച്ചിട്ടിട്ട് ഉണങ്ങിയിട്ട് ഇതുകൊണ്ട് ആ ഇതിനകത്ത് ഇടാം. ഒരു ദിവസം അവിടെ ഇട്ടേക്കണം, തൂക്കിയിട്ടേക്കണം. എന്നിട്ട് അടുത്ത ദിവസം എടുത്ത് ഇതിന്റെ തൊട്ട് താഴെ തന്നെ ഈ ഈ തുണിയിടുന്ന ബോക്സ് ഉണ്ടല്ലോ അത് കാണണം. അതിനകത്ത് നിന്ന് എടുത്ത് ഇങ്ങനെ ഇടണം. അതിന്റെ എല്ലാ ദിവസവും പുതിയ ഉടുപ്പിടണം. മനസ്സിലായി? നീ ഡിയോഡറന്റ് യൂസ് ചെയ്യുമോ? അത് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ഇവിടെയൊക്കെ തേക്കണം. പിന്നെ സ്പ്രേ അല്ലല്ല, എല്ലാ ദിവസവും ചുമ്മാ അങ്ങ് തേച്ചേക്കണം. ഫുൾ മണം. റൂം ഫ്രഷ്നർ യൂസ് ചെയ്യാറുണ്ടോ റൂമില്? അങ്ങനെയല്ല, ആ റൂമിൽ നിന്റെ റൂമിൽ അടിക്കത്തില്ല. അപ്പൊ നീ എപ്പോഴും എന്ത് ചെയ്യണം അറിയാം? ഭയങ്കര ക്ലീൻ ആയിരിക്കണം. എപ്പോഴും വീടൊക്കെ മുറിയൊക്കെ ഭയങ്കര വൃത്തിയായിരിക്കണം. അതാരാ നീ ചുമ്മാ നീ നോക്ക അങ്ങനെ ഒന്നും ഇരുന്ന്. നല്ല രസമായിരിക്കും, നല്ല കാറ്റ്, വായു. എ സി ഉണ്ടോ? അപ്പൊ എ സി ഇട്ട് കഴിയുമ്പോ മുറിയൊക്കെ വൃത്തിയല്ല, ഭയങ്കര നാട്ടമായിരിക്കും. ജനല് തുറന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നീ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ്, തുണി, ബെഡ്ഷീറ്റ് ആഴ്ച ഒരിക്കൽ അലക്കണം. ഇത് നീ വീട് ക്ലീൻ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ അയച്ചു തരണം. വാക്യൂം ക്ലീനർ മേടിക്കാൻ പറ അമ്മയോട്. വളരെ അത്യാവശ്യം. ഇല്ല അത് പോരാ, ആ പൊടിയൊക്കെ പിടിക്കണം ഇങ്ങനെ. നല്ല രസമാണ് അത്. ഒറ്റ ക്ലീനിങ്ങിന് തന്നെ വീട് പെട്ടെന്ന് ക്ലീൻ ആവും. നമ്മൾ അത്രയും നേരം സമയം എടുക്കത്തില്ല. അപ്പൊ ക്ലീൻ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരും.
ഒരുപാട് പണിയെടുക്കാതെ പറഞ്ഞാല്. പിന്നെ മോപ്പ് വലിയ മോപ്പ് മേടിച്ചിട്ട് ഒന്ന് എപ്പോഴും ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ തുടച്ചാൽ മതി. അതിൽ കൂടുതൽ തുടക്കല്ലേ. പക്ഷെ ആഴ്ച 2 ദിവസം തുടയ്ക്കേണ്ട ദിവസം തുടയ്ക്കണം. അങ്ങനെയാ അതിന്റെ ഒരു രീതി. എല്ലാം വൈകിട്ടോ രാവിലെ സമയം കണ്ടെത്തി ചെയ്തോണം. പട്ടി ഒന്ന് കുളിപ്പിക്കുന്നതിന്റെ വീഡിയോ അയച്ചു തന്നു. മാസത്തിൽ ഒരിക്കൽ കുളിപ്പിച്ചാൽ മതി. നല്ലപോലെ കുളിപ്പിച്ച് തുടച്ച് തോർത്തി സെറ്റാക്കി നോക്കാം. പട്ടി പറഞ്ഞാൽ കേൾക്കുന്ന പട്ടിയാണോ? ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ പ്രായം കഴിഞ്ഞു പോയി. മന്ദബുദ്ധിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നും അല്ല, കാരണം എന്തോ പറയാ ഇവനൊന്നും മനസ്സിലാവും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പട്ടിക്ക്. അതിന് ആകെ അറിയാവുന്ന 4 കമാൻഡ് പഠിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. അത് നിങ്ങൾ പഠിപ്പിക്കാനൊന്നും പറ്റിയത്. ഇതിനൊരു ഈ പട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ കളഞ്ഞ പട്ടിയായിരുന്നേ. വഴി കളഞ്ഞല്ല. ബ്രീഡർ ആർക്കും കൊടുക്കണ്ട എന്ന് വിചാരിച്ച് പുറത്ത് തള്ളി, എന്നാ കെനലിന്റെ വെളിയും തള്ളിയതാ. അപ്പൊ ഞങ്ങൾ അതിനെ എടുത്തോണ്ട് ഇച്ചിരി പാട്ട് കേൾക്കുന്ന സാഡ് സോങ്സ് കേൾക്കാറുണ്ടോ? ഇടയ്ക്ക് അത് കേൾക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നാലും വേണ്ട, പാടാനായിട്ട് നല്ല പാട്ടുകളില്ലേ. ഈ സാഡ് സോങ്സ് കേൾക്കരുത്, ഒരു കാരണവശാലും കേൾക്കരുത്. അത് നിർത്തിക്കോ. ഈ ഹാപ്പി സോങ്സിനകത്ത് അർത്ഥം കുറവല്ലേ. എടി നീ അത് കേൾക്കണ്ടത്. നീ കുറച്ചാൾ ഇത് കേട്ട് നിനക്ക് ഈ സാഡ് സോങ്സ് കേൾക്കുമ്പോൾ വെറുപ്പ് വരും, അറിയാമോ? അതായത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക. നമ്മൾ കള്ളു കുടിക്കരുത്, കഞ്ച അടിക്കരുതെന്നൊക്കെ പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. ഈ സാഡ് സോങ്സ് കേൾക്കരുത്. സാഡ് സോങ്സ് എന്ന് പറഞ്ഞ സാധനം വന്നോ സ്കിപ്പ്. അല്ല നീ പ്ലേ ലിസ്റ്റ് ഞാൻ തരട്ടെ. ലവിനകത്ത് സാഡ് അല്ലല്ലോ, ലവ് ഹാപ്പിനെസ് അല്ലേ. ഇല്ലില്ല, അത് ഇവിടെ ഉള്ള പൊട്ടന്മാരുടെ ലവിലാണ് ഈ ഇതൊക്കെ ഉള്ളത്. മറ്റിടത്തൊന്നും അതൊന്നും ഇല്ല. വെളിയിലൊന്നും ഇത്ര വിരഹവും ഇത്ര ദുഃഖവും ഒന്നും ഇല്ലടാ. ലവ് ഒക്കെ ഹാപ്പിനെസ്. അല്ലാതെ പ്രേമിച്ചിട്ട് കിടന്ന് ഭ്രാന്ത് കാണിക്കുന്നവർ ഈ നാട്ടിലൊക്കെ ഉള്ളു. ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ നീ പോയി കാണും. പുറത്ത് എവിടെയെങ്കിലും പഠിച്ചിട്ട് വരുന്നവർക്ക് പോലും ഇതൊന്നും ഇല്ല. അപ്പൊ നമ്മൾ സാഡ് സോങ്സ് കേൾക്കുന്നത്. നിനക്ക് പ്ലേ ലിസ്റ്റ് വേണോ? ഞാൻ തരാം. ഉണ്ടോ? അതല്ല, അതിനകത്ത് ചിലപ്പോ അതിനകത്ത് ശോകാനുണ്ടല്ലോ. അതേതാന്ന്? അത് ശോകമൊന്നും അല്ല. വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ ശോകമില്ലേ? അങ്ങനല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ ഗർസെ നിക്കൽത്തേഹി കുറച്ച് ദൂർ ചലത്തേഹി പോകുമ്പോൾ അവളുടെ വീട്. അതിനെന്താ അവളെ അതൊക്കെ നല്ലതല്ലേ. അല്ലാതെ നീ പോയി ഞാൻ ചാവുകാന്ന് പറഞ്ഞ പാട്ട് വല്ലതും ഉണ്ടോ? അതൊന്നും ഇല്ല, അതൊന്നും നോക്കണ്ട. ഗ്ലൂമീസന്റെ വേറെ സാധനം. അല്ലാതെ ഇവിടുത്തെ ലോക്കൽ ഈ ദുഃഖകാരം അതിനകത്തൊന്നും ഇല്ല. അതൊക്കെ ചുമ്മാ നാട്ടുള്ളവരുടെ വേറെ പരിപാടിയാണ്. നീ അപ്പൊ അങ്ങനത്തെ പാട്ട് കേൾക്കാവൂ. സാഡാന്ന് തോന്നിക്കഴിഞ്ഞാൽ വിരഹം, ദുഃഖം. വിരഹം ദുഃഖം മാറണമെങ്കിൽ വെള്ള വരണം. അശോകം, ശോകം മാറണേ വെള്ള വരണം. ഹാലേ ലൂയ. ഇത് മനസ്സിലാക്കാർ സ്വോത്രം ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? അവിടെ ഒന്നും പോയേക്കല്ലേ, അവന്മാര് പറ്റിക്കുന്നില്ല. ഭക്തി മാർഗത്തിലോട്ട് പോവുകയും ചെയ്യരുത്. പോയ പണി കിട്ടും കേട്ടോ. ഇപ്പൊ ഉള്ളത് ഇങ്ങനെ പോകുന്ന പോലെ ഒന്നും പോകില്ലേ. നീ ഇപ്പൊ ഇത്രയും ചെയ്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാഡ് സോങ്സ് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ നിർത്തിക്കോ. ഞാൻ ഇടയ്ക്കിടെ വല്ലപ്പോഴും ഇവിടെ വരത്തുള്ളൂ. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ അടുത്ത ആഴ്ച അല്ല അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോ സാഡ് സോങ്സ് കേൾക്കരുത് എന്ന് പറഞ്ഞാൽ നിനക്കൊരു വലിയ മാറ്റം ഉണ്ടാവും, ഉറപ്പിച്ചു. ഞാൻ കേൾക്കത്തില്ല, പാടത്തേ ഉള്ളൂ. സിനിമ കാണോ? അതെ, ഈ സാഡ് സോങ്സ് സാധനം പാടുകയും ചെയ്യരുത്. ഇത് ഓർത്തിരിക്കരുത്. ഇതൊന്നും അത് കേക്കണ്ട. ഇപ്പൊ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ആഴമ്പോ അത് കേൾക്കാൻ രസമുണ്ട്. പിന്നെ അതുപോലെ സോഫ്റ്റ് സോങ്സ് ഉണ്ട്. സാഡ് മാത്രല്ല, സോഫ്റ്റ്. അതിനകത്ത് ദുഃഖം എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ, വിരഹം, അത് അതല്ല, അങ്ങനത്തെ കണ്ടന്റ് ഉണ്ട്, അങ്ങനത്തെ ലിറിക്സ് ഉണ്ട്. അത് എടുക്കരുത്. നമുക്കൊരു പ്ലസന്റ് ഫീൽ വരണം കേൾക്കുമ്പോ. നല്ല രസം അത് കേൾക്കാൻ. അങ്ങനത്തെ പാട്ട് കേട്ട് നമ്മൾ അങ്ങനെ പതുക്കെ അങ്ങ് മാറും. പിന്നെ ഈ പറഞ്ഞ വയലൻസ് ഉള്ള പടം, ദുഃഖങ്ങളുള്ള സിനിമയൊന്നും അധികം കാണാൻ നിൽക്കരുത്. ഈ പ്രേമം, നൈരാശ്യം അങ്ങനെയൊന്നും കാണില്ല. നല്ല നല്ല സിനിമകളും നല്ല പാട്ടും കേട്ട് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുക. റീൽസ് ഒക്കെ എടുക്കുന്നത് അഡ്വഞ്ചർ ഒക്കെ കാണുക. പിന്നെ നേച്ചർ, പിന്നെ മൃഗങ്ങള്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മാത്രമേ പിടിക്കാവൂ. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ ദുഃഖ സോങ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തീട്ട റീല് വരും. അതൊന്നും വളിപ്പൊന്നും കാണല്ലേ. അല്ലാതിരുന്നാൽ നമുക്ക് സമാധാനം തന്നെത്താനെ മാറും. അത് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് പേടിയും മാറും. പിന്നെ ഈ പറഞ്ഞ പുറത്തിറങ്ങി നടക്കണം. പുറത്തിറങ്ങി നടക്കുക എന്ന് പറഞ്ഞാല് വെറുതെ ഇരിക്കുമ്പോഴേ എറണാകുളത്തോട്ടൊക്കെ പോര്. രാവിലെ എഴുന്നേറ്റ് പോരണം. അപ്പൊ ഞാൻ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്ത് നിന്നെ കൊണ്ടുവന്ന് അവിടെ ലുലു മോളിലൊക്കെ കറങ്ങി ആറാട്ടെണ്ണയൊക്കെ കണ്ടിട്ട്
മനസ്സിലായി? തന്നെ വരണം, പേടിക്കാൻ വരണം. ട്രെയിനിലോ ബസ്സിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കയറി പോരണം. എന്നിട്ട് അമ്മയോട് പറഞ്ഞേക്കണം ഇന്നിടത്തോട്ടാ പോകുന്നേ. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. എന്തിന് പേടിയാണോ? ആരാന്ന് അറിയത്തില്ല. ഓ, നീ പറഞ്ഞാൽ മതി ഇന്ന ആളാ, അവിടെ പോയി അവരോട് കറങ്ങിയിട്ടൊക്കെ വരാം, എന്നിട്ട് തിരിച്ച് അടുത്ത ദിവസം രാവിലെ തിരിച്ച് പോന്നേക്കാന്ന് പറഞ്ഞാൽ മതി. അയ്യോ, നിനക്ക് 23 വയസ്സായില്ലേ? നീ ട്രെയിനൊന്നും എടുത്തി ആടത്തൊന്നും ഇല്ലല്ലോ. ഞാൻ എടുത്തി ആടൊന്നുമില്ല. പിന്നെ എന്താ? എടാ, എല്ലാരും അറിഞ്ഞിട്ടല്ല എല്ലായിടത്തും പോകുന്നത്. ഇപ്പൊ ഞാനൊക്കെ പൊക്കോണ്ടിരുന്നത് എങ്ങോട്ടാന്ന് എനിക്ക് തന്നെ അറിയത്തില്ലാന്ന്. പിന്നെയാണ് നീ എല്ലാവരോടും മിണ്ടി ധൈര്യമുള്ള ഞാൻ അതുപോലെയാണോ? അങ്ങനൊന്നും ഇല്ല. അമ്മയ്ക്ക് അവര് അങ്ങനെ പ്രത്യേകത. അതാണ് പ്രശ്നം ഇപ്പോഴത്തെ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ മാറി, ഇപ്പൊ ഞാൻ കടയിലൊക്കെ പോയി മേടിക്കും. എന്നാ പോട്ടെ, നിന്റെ അമ്മയോട് നീ എവിടെയും പോവോ? ഞാൻ ഒറ്റയ്ക്കാ പോവാറ്. ലോങ് പോണം. അമ്മ സ്കൂളിൽ പോകും, ജോലിക്ക് പോയിട്ട് വരും. അല്ലേ വേണ്ട, രാവിലെ പോയിട്ട് വൈകിട്ട് വരാൻ പറ്റത്തില്ല നിനക്ക് ഇവിടുന്ന്. എല്ലാവരും രാവിലെ ഒരു 4 മണിക്ക് ഇറങ്ങുക. ട്രെയിൻ കയറുക. ട്രെയിനാണോ ബസ്സാണോ താല്പര്യം? അന്നാ ബസ്സേ കയറി നേരെ എറണാകുളം വരെ ബസ്സേ ഇരിക്കുക. അവിടെ വന്ന് വൈറ്റിലയിൽ ഇറങ്ങുക. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ ബസ് 8 മണിയാകുമ്പോൾ എത്തും. എന്നിട്ട് 1 മണിയാകുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോവുക. ഒരു 4:30 ആകുമ്പോൾ ഇവിടെ എത്തും. നേരെ ബൈക്ക് ഇവിടെ ട്രാൻസ്ഫർ സ്റ്റാൻഡിൽ എടുത്ത് നേരെ വീട്ടിൽ പോവുക. പത്തനംതിട്ടയെന്നോ എവിടെ നിന്നാന്ന് വെച്ചാൽ അത് പറ്റുമോ? ചിലപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം വരും. നീ എറണാകുളം പോവാന്ന് പറഞ്ഞു പോയാ, ലുലുമോളിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്തിനാ ആരുടെയും കൂടെ പോകുന്നത്? തന്നെ പോയിക്കൂടെ? അമ്മയ്ക്ക് അന്നേരം അവന് ആരോടെ പോകത്തേന്ന് അറിയാം. എടാ, നീ തന്നെ അങ്ങ് പൊക്കോ. അവിടെ വന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. അങ്ങനെയാണല്ലോ ആറാട്ടനെ പരിചയപ്പെടാം. ആറാട്ടനെ വീഡിയോ കണ്ടിട്ടുണ്ട്. ആറാട്ടനെ പരിചയപ്പെട്ട് നോക്കാം, അടിപൊളി. പിന്നെ ആരാ മറ്റേ ഡെന്നീസ് ആണ്, ചിമ്പു. ചിമ്പു അതുപോലെ ഉണ്ട് കാണാൻ. എന്നുവെച്ചാ വണ്ണമുള്ളവര് ചിമ്പു എന്നാണ് വിളിക്കുന്നത് നിങ്ങളവിടെ? വണ്ണമുള്ളവര് എന്നുവെച്ചാ ആണെന്ന് തന്നെ വീടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ചിമ്പു എന്ന് വിളിക്കുന്നത്. ആര്? നിങ്ങൾ പോഡ്കാസ്റ്റിനകത്ത് പറയത്തില്ല? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പറയോ വന്നിരുന്നു ചിമ്പു എന്നുള്ള വീട് വാക്ക് ആർക്കറിയാം? എനിക്കറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല. ഡെന്നീസ് ആണ്. അയ്യോ, പിന്നെ പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും പോകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യട്ടോ. പെട്ടെന്ന് തന്നെ എറണാകുളത്തോട്ടൊക്കെ യാത്ര ചെയ്യുക. പിന്നെ കുമരകത്ത് പോവുക. ചെറിയ ചെറിയ ഷോർട്ട് ട്രിപ്സ് ഒക്കെ എടുക്കുക. എന്നിട്ട് വൈകിട്ട് തിരിച്ചെത്താം. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അങ്ങ് ട്രാവൽ ചെയ്യണം. എന്തോ വണ്ടി നിന്നാ അടുത്ത വണ്ടി പിടിക്കണം. എന്റെ ബൈക്ക് നിന്ന് പോയാലെന്ന്. ബൈക്ക് വന്നു പോയാൽ അത് എടുത്ത് മെക്കാനിക്കിനെ കാണിക്കണം. എടാ, നീ അവിടെ നിന്ന് ബൈക്കിലല്ല എറണാകുളം വരെ പോകുന്നേ. നീ പത്തനംതിട്ടന്ന് പോവും. പത്തനംതിട്ട എറണാകുളത്തോട്ട് ബസ്സില്ലേ? പിന്നെന്നാ? രാവിലെ എത്ര മണിക്കാണല്ലോ? 5 മണിക്കുണ്ടോ? ഉണ്ട്. അവിടുത്തെ കയറി നേരെ എറണാകുളം പിടിക്കുക. എന്നിട്ട് അവിടെ വന്നിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വേണം നിന്നെ പിക്ക് ചെയ്ത് ഇവിടെ എല്ലാം കൊണ്ടുവിടാം. എന്നിട്ട് തിരിച്ചൊരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ അടുത്ത ബസ് കയറി പോക്കണം. തിരിച്ചിവിടെ വരുന്നു. അവിടെ വരാൻ ഒരു 3 മണിക്കൂറിൽ എടുക്കത്തുള്ളൂ. 3 3:30 എടുത്തോട്ടെ. 4 5 മണിയാകുമ്പോൾ നീ വീട്ടിലെത്തത്തില്ലേ? 5 അല്ല 6 മണിക്ക് എത്തിയാ പോരെ? പിന്നെ 10 മണിക്ക് മറ്റേ. അപ്പൊ നമുക്കൊരു അവിടെ നിന്ന് ഒരു 2 മണിയാകുമ്പോൾ വിടാം. പോരട്ടെ, അടുത്ത ആഴ്ച തന്നെ ആക്കിക്കോ. നമ്മളോടൊപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് പോലത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കും. ഇപ്പൊ ഇരിക്കുന്ന പോലെ അവിടെ ചെന്ന് എല്ലാരും പരിചയപ്പെടാടാ. എന്നാ പോരെ, ഞാൻ പറയുന്ന ദിവസം വരണം. പറ്റുമോ? നേരത്തെ പറഞ്ഞാൽ അതായത് ഞാൻ ഒരു ഐഡിയ പറയട്ടെ. അടുത്ത ആഴ്ച, അതായത് ഫെബ്രുവരി 1 or 2 തീയതിക്ക് പറ്റുമോ? എനിക്ക് വരുന്നുണ്ടല്ലോ, അമ്മയോട് പറഞ്ഞിട്ട് പോകാൻ പറ്റും. അത് മതി. നീ എറണാകുളത്തോട്ട് പോവാ, ചുമ്മാ പോവാന്ന് പറഞ്ഞു നോക്ക്. അമ്മയ്ക്ക് അറിയാം അങ്ങനെ ചുമ്മാ പോകത്തില്ല. എടാ, എന്നാ നീ എന്തേലും ചെയ്യ്, നീ പോവാൻ നോക്ക്. അതിനെങ്ങനെ കൺവിൻസ് ചെയ്യണമെന്നുള്ളത് നിന്റെ ഇതാ, മനസ്സിലായോ? എന്നിട്ട് വൈകിട്ട് തിരിച്ചും വരുമെന്ന് പറഞ്ഞു. അവിടെ വരെ പോകുന്നു, ലുലുമോളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ? അല്ലെ എറണാകുളത്ത് പോകണ്ടെന്ന് പറയാനോ? ഇവിടെ വരെ വരുമെന്ന് പറഞ്ഞിട്ട് തിരുവല്ല വരെ പോവായിട്ട് നീ അതെന്തേലും ചെയ്യ്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനൊന്നും പറയണം. നീ പറഞ്ഞിട്ട് പോക്കോ, അല്ലേ നിനക്കത് വലിയ ടെൻഷൻ ആവും. പിന്നെ നീ പറഞ്ഞിട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ പെമ്പിള്ളേർ ഇരിപ്പുണ്ടല്ലോ, ചേച്ചിയോ? അങ്ങനെ പെൺകുട്ടികൾ. കോളേജല്ലേ, ഗ്രൗണ്ടല്ലേ, അവരോട് കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അങ്ങോട്ട് ചെന്ന് കയറി അവരോട് ചോദിക്കും എന്താ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നടന്ന് റൗണ്ട് നടക്കാൻ പറ്റുമോ? ഒരു റൗണ്ട് നടക്ക്. അതെന്നാ? ചേടാ,
നിന്റെ ഈ താടി ഒന്ന് ഷേപ്പ് കട്ട് ചെയ്യണം കേട്ടോ. താടിയും മുടിയും ഇതെല്ലാം ശരിയല്ല. ഇത് പ്രണവ് മോഹൻലാലിനെ പോലെ ഇരിക്കുന്നു. ആ പ്രണവ് മോഹൻലാൽ കാണിച്ച നീ കാണിച്ച അത്ര സൂചിക്കത്തില്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, പ്രണവിനെ പോലെ തന്നെ ഇരിക്കുന്നേ. അതിലും ഭേദം നീ ആ മുടിയും താടിയും വെട്ടിക്കളയുന്നത്. ഇഷ്ടം കൊണ്ട് വളർത്തുന്നു. ഇത് ഇഷ്ടം കൊണ്ട് വളർത്തുന്നില്ല. ഇതൊക്കെ വെട്ടി കുറയ്ക്ക്, എന്നിട്ട് നീ താടിയും കുറയ്ക്കും. ഈ ഇത് വൃത്തിയുടെ താടി ഷേപ്പല്ല, ഇച്ചിരി പാടുള്ളൂ താടിയൊക്കെ. ഈ ഒരുപാട് ആയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇടയ്ക്ക് അങ്ങ് മാറ്റുന്നു. നമുക്ക് എപ്പോഴും ഒരേ ഇഷ്ടമാണോ? അപ്പൊ പിന്നെ കുറച്ച് മതി, ഇത്രയൊക്കെ നീട്ടരുത്. ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നാ പോരെ. എന്നാലും രസമില്ല ഇത് വെച്ചതൊക്കെ അറിയാൻ പറ്റുമോ? കളറങ്ങ് അടിക്കുക അപ്പോഴും. എന്തിന്? വെറുതെ അമേരിക്കയിലൊക്കെ ആൾക്കാർ നടന്നു എനിക്ക് അവരെ കാണാൻ കൗതുകം തോന്നുന്നു. അങ്ങനെയാണോ? ഈ നമ്മുടെ കുഞ്ഞിനെ മറ്റേ കുട്ടേനില്ലേ സുനിത്തണ്ണൻ, കാണുമ്പോ ഒരു സന്തോഷം. നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു സന്തോഷം അവരെ കാണുമ്പോ. ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നല്ലോ. ഇതെന്തോ താടി വളർത്തി അവിടെ എന്തൊക്കെയാ പറയുന്നത്. നിനക്ക് രസമില്ല. അത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ചെയ്യാത്തോണ്ടോ ഇത് എല്ലാരും പറയാനുണ്ട്. പിന്നെ എനിക്ക് ചിലപ്പോ തോന്നുന്നു എന്തിനാ ആൾക്കാർ എന്നാ പിന്നെ ഇത്രയും നോക്കാൻ പോകണം. അങ്ങനെ ചെയ്ത് താടിക്കാരുടെ ഒരു ഗ്യാങ് ഉണ്ട്, അവിടെ പോയി ചേര്. അതിനല്ലേ എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒരു കൗതുകം. അമേരിക്കയിലെ ആൾക്കാർ അങ്ങനെയൊക്കെ നടക്കും. ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ അമേരിക്ക കൂടുതലും നല്ല രീതിയിൽ ആൾക്കാർ നടക്കുന്നത്. ഇവിടെ കുറെ ഭ്രാന്തന്മാരെ കണ്ടിട്ട് എല്ലാവരും പറയുന്നത് അമേരിക്കയിലെല്ലാം താടി കുറച്ചു പേരേ ഉള്ളു അങ്ങനത്തെ. ഞാൻ ഡോക്യുമെന്ററി കാണാറുണ്ട്, അതിനകത്തൊക്കെ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ളവർ. ഈ ഡോക്യുമെന്ററി അല്ല അവര് മോശക്കാരാന്നല്ല, മോശക്കാരും നല്ലവരൊന്നും ഇല്ല. പക്ഷെ നമുക്ക് സൗകര്യം എനിക്ക് തോന്നുന്നില്ല ഇതാന്ന്. പക്ഷെ എനിക്ക് അങ്ങ് ഇഷ്ടമായിരുന്നു. ഇത് വളർത്തുന്ന ഇഷ്ടം കൊണ്ടല്ല കേട്ടോ, തലമുടി. അത് അച്ഛന് കഷണ്ടി ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതുവഴി അങ്ങ് വളർത്താം. പിന്നെ ഇല്ലാതെ എന്തോ അത് ശരിയാ. ഇല്ല അച്ഛന് കഷണ്ടി ഉണ്ട് ഭയങ്കര. ഞാൻ അന്ന് വരെ അങ്ങ് വളർത്താം. ഇനി അന്ന് വളർത്താൻ തോന്നി ഞാൻ പെട്ടുപോത്തി. അപ്പൊ ഉള്ളപ്പോ ഒന്നും വളർത്താന്നില്ല. അല്ലെ എനിക്ക് ഇതൊന്നും ഇഷ്ടം, എനിക്ക് മുട്ട അടിക്കുന്ന ഇഷ്ടം, അല്ലെ ഫെയ്ഡ്. അപ്പൊ നമ്മള് സ്കൂളിലെ കാര്യം പറയുമ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ തെന്നി മാറുകയാണ്, വഴുതി മാറുക, അല്ലെങ്കിൽ വിഷയത്തിൽ ഒരു ഫോക്കസ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്കൂളുകളിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, പ്രിൻസിപ്പളും മാനേജ്മെന്റും ടീച്ചർമാരും ആ കുട്ടിയോട് ചെയ്തത് തെറ്റല്ലേ? തെറ്റെന്ന് ഞാൻ പഠിച്ചപ്പോ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ സ്കൂളിലൊക്കെ എല്ലാരും ഞാൻ പറഞ്ഞ മൊരടിച്ച പോലെയാ എല്ലാരും. ഫ്രണ്ട്ലി അല്ല. എന്ത് എൻവയോൺമെന്റ് അത്? ജയിലോ എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രായമുള്ളവരാണ് ആൾക്കാർ ഇതിലും ഫ്രണ്ട്ലിയാ. അത് ശരിയാ, അതെനിക്കറിയത്തില്ല. നീ പോയിട്ടില്ലല്ലേ? ഞാനും പോയിട്ടൊന്നുമില്ല. നീ ലോക്കപ്പിൽ കിടന്നിട്ടുള്ള അപ്പൊ നിനക്ക് അറിയാം. അവിടെ ജയിലിൽ ലോക്കപ്പിൽ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ശരി, അതിന് പോലീസുകാരുടെ ഉള്ള അനുഭവം അനുഭവം പോവാതിരിക്കുന്നതല്ല. അപ്പൊ അങ്ങ് സ്കൂളിൽ എന്തായാലും ഒരടിച്ച ടീച്ചർമാർ എന്തായാലും ഒന്ന് സ്നേഹമായിട്ട് പോലും പറയത്തില്ല. അല്ലെ പറയും, സ്നേഹമായിട്ട് പറയുന്ന ഒരു ഒറ്റ സമയത്ത് അവർ പറയത്തുള്ളൂ. ഇപ്പൊ അവന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവനാ, അവൻ മരുന്ന് കഴിക്കുന്നവനാന്ന് ഏതേലും വഴിയിൽ ഇവരറിഞ്ഞ അച്ഛനമ്മമാര് പറയാന്ന് വിചാരിച്ചു. അവൻ അങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അവനെ പിന്നെ സ്നേഹം കാണിക്കും, പിന്നെ വേറെ പോലെ കാണും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, വേറെ പോലെ കാണും എന്നുവെച്ചാൽ പരസ്യമായിട്ടില്ല. അവനെ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ നോക്കുന്ന കാണാം. എന്നുവെച്ചാൽ സ്നേഹം കൊണ്ടല്ല, അയ്യോ അവൻ അങ്ങനെ ഉള്ളവനാ അങ്ങനെയുള്ള രീതിയിലൊക്കെ. എന്നാ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഇടപെടുന്ന ടീച്ചർമാരൊന്നും രണ്ടുപേരെ കണ്ട് ഞങ്ങളുടെ സ്കൂളിലല്ല വേറത്തൊക്കെ പിന്നെ കോളേജിൽ എത്തി കഴിയുമ്പോൾ കുറെ ഒക്കെ ഫ്രണ്ട്ലി ആവും, നല്ല ഫ്രണ്ട്ലി ആണ് ടീച്ചർമാർ. അപ്പൊ എന്നാലും എന്തുവാ ക്യാമറ വെക്കുന്നുണ്ട് കുഴപ്പമില്ല. എന്നാലും അപ്പോഴും കോളേജ് ചെല്ലുമ്പോഴും പെണ്ണുമാണ് വ്യത്യാസപ്പെട്ടായിരിക്കും. അടുത്ത് പോയിരിക്കുമ്പോ തന്നെ നമ്മള് വളർന്നു വന്ന രീതി വെച്ച് ആൾക്കാര് ആൺപിള്ളേർ ഇപ്പൊ നമ്മള് പെൺപിള്ളേരുടെ സ്ഥലത്ത് പോയിരിക്കുകയാണെങ്കിൽ അവര് ആൺപിള്ളേർ നോക്കും ഇവരെന്തോ അവിടെ പോയിരിക്കുന്നത്. അതിനെ പറഞ്ഞ കാര്യമില്ല, അങ്ങനെ വളർന്നു വന്നു. അവരും അങ്ങനെ വളർന്നവരല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ വളരുന്നത് നമ്മുടെ കേരളത്തിൽ. കേരളത്തിൽ നല്ലൊരു സ്ഥലം തോന്നിയിട്ടുണ്ടോ? ഇന്ത്യ നല്ലതാ. ഇന്ത്യയിൽ കേരളം തോന്നി എനിക്കറിയത്തില്ല, ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. കേരളം ഒരു നല്ല സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലോകം വെച്ച് നോക്കുമ്പോഴും എത്ര നല്ല സ്ഥലമുണ്ട്. നമുക്കറിയാം, നമ്മള് വീഡിയോ കാണുമ്പോൾ അവിടെ ആൾക്കാർ ജീവിക്കുന്ന നല്ല സ്ഥലങ്ങൾ, വൃത്തിയുള്ള സ്ഥലങ്ങൾ. നിന്റെ വീട് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ട് തോന്നിയില്ല? അത് ശരിയാ. നീ നിന്റെ മുറി വൃത്തിയാക്കിയാൽ മതി, കൂടുതലൊന്നും വൃത്തിയാക്കണം. നീ വൃത്തിക്കിരിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ തൽക്കാലം. അതിന് പുറത്തിറങ്ങുക മാക്സിമം, വീട്ടിനകത്തിരിക്കല്ലേ. എല്ലാ ദിവസവും ഒരു റൗണ്ട് ചുമ്മാ കറങ്ങ്. അത് പോകാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഈ പേടിയങ്ങ് മാറും.
പേടി ഇപ്പൊ മാറി വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇത് എല്ലായിടത്തും പോയി ഇറങ്ങിയാൽ പേടി അങ്ങ് മാറും. അത് എനിക്ക് ആൾക്കാർ എനിക്ക് ഒരു കുഴപ്പം. അത് കുഴപ്പമില്ല, വേണ്ട. അപ്പൊ ശരി എന്നാ നമുക്ക് ബൈ ബൈ. വീണ്ടും സന്ദീപ് വരെ അടുത്ത പ്രാവശ്യം പിന്നെയും കാണാം. ശരി.